പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് തുടക്കം നല്ലപോലെ പാളിയ ഒരു സീസണായിരുന്നു ഈ കഴിഞ്ഞ സീസൺ. ബ്ലാസ്റ്റേഴ്സ് റെലഗേറ്റ് ആയി പോകുമോ എന്ന് വരെ ചിന്തിച്ച സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് രക്ഷകനായി എത്തിയത് ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന പരിശീലകൻ തന്നെയാണ്. ആഷ്ലി വെസ്റ്റ്വുഡിന്റെ വരവിന് ശേഷം താരങ്ങൾക്കായാലും നല്ലൊരു കോൺഫിഡൻസ് വന്നു. ടീമിന്റെ മെന്റാലിറ്റിയെ തന്നെ മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുമുണ്ടായിരുന്നു. അത് ടീമിന്റെ റിസൾട്ടിലും കണ്ടു. ആഷ്ലി വെസ്റ്റ്വുഡ് വന്ന ആദ്യ മത്സരത്തിൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നത്. അതിനുശേഷം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അൺബീറ്റൻ ആയിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയൊക്കെ സംശയമാണ് ക്ലബ്ബ് പൂട്ടിപ്പോവുകയാണോ എന്നുള്ളത്. ISLന്റെ ഭാവിയെക്കുറിച്ച് യാതൊരുവിധ ക്ലാരിറ്റിയും ലഭിക്കാത്തത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം താൽക്കാലികമായിട്ടാണ് നിർത്തിവെക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല, ലീഗുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനവും ഉണ്ടായില്ലെങ്കിൽ ഒട്ടുമിക്ക ISL ക്ലബ്ബുകളും പ്രവർത്തനങ്ങളെല്ലാം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചേക്കും. അടുത്ത സീസണും ഈ സീസണിനെ പോലെ തന്നെ വളരെ വൈകിയാണ് ആരംഭിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ക്ലബ്ബുകൾ താൽക്കാലികമായിട്ട് ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഫസ്റ്റ് ടീമിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം ISLന്റെ കാര്യത്തിൽ പൂർണ്ണമായി ഒരു വ്യക്തത കിട്ടുന്നതുവരെ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ആഷ്ലി വെസ്റ്റ്വുഡ് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ആഷ്ലി വെസ്റ്റ്വുഡിൻ്റെ കീഴിൽ തീർത്തും മികച്ച പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിരുന്നത്. ആഷ്ലി വെസ്റ്റ്വുഡിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അടുത്ത സീസണിനെ കുറിച്ച് ഇപ്പോഴൊന്നും ഉറപ്പില്ല. ഒരു കോച്ചായ എന്നെ സംബന്ധിച്ച് ഒരിടത്ത് തന്നെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ആഴ്ചയുടെ അവസാനം ഒരു മീറ്റിംഗ് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ബുദ്ധിപരമായ തീരുമാനം ഉണ്ടാകട്ടെ എന്നും ഇന്ത്യക്ക് അടുത്ത സീസണിലും ലീഗ് തുടരാനാകട്ടെ എന്നും പ്രതീക്ഷിക്കുന്നുവെന്നും ആഷ്ലി വെസ്റ്റ്വുഡ് പറഞ്ഞു. എന്തായാലും ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.